ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു പട്ടട ഒരുക്കി അമ്മയും മകനെയും ഞാനും ഋതികയും കൂടി പച്ചയ്ക്ക് കത്തിക്കും. അതുവരെ നീ വിറപ്പിച്ച് നടന്നോടി അംബികെ. എനിക്കും പിന്നെ എന്റെ അമ്മയ്ക്കും ഒരേപോലെ കഷ്ടകാലം. രാജു സമാധാനത്തോടെ ജീവിച്ച ആളാ. ഞാൻ വന്നപ്പോ രാജുവിന് കഷ്ടകാലം. അങ്ങനൊന്നും പറയില്ല ഋതു. എന്റെ അച്ഛനൊരു ബിസിനസ്സുകാരനല്ലല്ലോ, ഒരു പൊളിറ്റീഷ്യൻ അല്ലേ. മാത്രമല്ല ഒരു മിനിസ്റ്ററും. അച്ഛൻ മന്ത്രി ആയതുകൊണ്ട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന്റെ പേരില് മന്ത്രിസഭ തന്നെ താഴെ പോവില്ലേ. അതാ അച്ഛൻ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റാത്തത് അല്ലേ രാജു? ഇത് ഋതികയുടെ ഫുഡാ, കൊടുത്തോളൂ. ഋതു ഇത് കഴിക്ക. പിന്നെ കഴിച്ചോളാം രാജു. ഞാനെടുത്ത് തരട്ടെ? വേണ്ട. ആ കടുവ ഇൻസ്പെക്ടർ കണ്ടോണ്ട് വന്ന പിന്നെ അത് മതി. മേഡം എന്താ ഇവിടെ? മേഡോ? അയ്യോ, അപ്പൊ നിങ്ങൾക്കാർക്കൊന്നും അറിഞ്ഞൂടെ? ദേ, ഈ ലോക്കപ്പിൽ കിടക്കുന്നതേ എന്റെ ആങ്ങളെ വളർത്തിയ കുട്ടിയാ. ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളുടെ കുട്ടിയെ നിങ്ങൾ പിടിച്ചോണ്ട് വന്ന് ഇതിനകത്തിട്ടേക്കോ അല്ലേ? ഞാനേ അവളെ കാണാൻ വന്നതാ. ഞാൻ അവൾക്ക് ഫുഡും വാങ്ങിക്കൊണ്ടാ വന്നേ. മേഡം, പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഫുഡ് പ്രതികൾക്ക് കൊടുക്കാറില്ല. വേസ്റ്റ് ആയി പോയല്ലോ. ആ, സ്റ്റേഷന്റെ പുറത്തെ കൊടിച്ചിപ്പട്ടികളില്ലേ, നിങ്ങളിത് അവർക്ക് കൊടുത്തേക്ക്. ഇതേ പോലീസ് സ്റ്റേഷനായി പോയി. ഇല്ലെങ്കിൽ ഞാൻ അവരെ കൈകാര്യം ചെയ്തനെ. എന്തായാലും എന്റെ ആങ്ങളുടെ വളർത്തു മകൾക്കും അവളുടെ ഭർത്താവിനും ഇതുപോലെ സംസാരിക്കാൻ അവസരം കൊടുത്ത എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും എന്റെ നന്ദി. ഇവിടുന്ന് പോകുന്നതുവരെ ഇതുപോലുള്ള സൗകര്യങ്ങള് ഇവർക്ക് ചെയ്തു കൊടുക്കണേ. നിന്നെ ഇതുപോലെ ഈ അഴിക്കുള്ളിൽ കാണാൻ വേണ്ടി ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്നറിയോ? ഇതെന്റെ സ്വപ്നമായിരുന്നു. ഞാനൊന്ന് പുറത്തേക്ക് വരട്ടടി അംബികെ. ഇതിനുള്ള പകരം വിട്ടല് അപ്പാക. അതിനെ നീ പുറം ലോകം കണ്ടിട്ട് വേണ്ടടി ഋതികേ. ഇനി നിന്റെ നല്ല കാലം മുഴുവൻ ഇതുപോലെ അഴിക്കുള്ളിലായിരിക്കും. ചിലക്കാതെ ഒന്ന് ഇറങ്ങിപ്പോ മരണവേ. പോകാടാ. കിട്ടിയ അവസരം മുതലാക്കാതെ എനിക്ക് പോവാൻ പറ്റുമോ? ഇവളെ കാണാനേ ഞാൻ ജയിലിലൊന്നും പോകില്ല. എന്നാലും നീ അയാളെ കൊന്നുകളഞ്ഞല്ലോടി. ആ, അല്ല, നീ ചെയ്തത് ന്യായം.
അമ്മയുടെ അവിഹിതക്കാരനെ ഷൂട്ട് ചെയ്യുക എന്നെ വേണം. പക്ഷേ അയാള് നിന്റെ അച്ഛനല്ലായിരുന്നോടി? ഇതിന് ഞാൻ മറുപടി കൊടുക്കാം. വർമ്മ സാറിന്റെയും ശേഖരൻ സാറിന്റെയും അമ്മയ്ക്ക് ഏതോ പെരുങ്കള്ളനെ ജനിച്ച അവിഹിത സന്തതിയായ എടി അംബികെ, ഡാ, നിങ്ങളുടെ വിഹിതം അല്ലാതെ ജനിച്ച ദീപക് എന്ന ആ ആൾക്കുരങ്ങന്റെയും ജാതകം ഞാൻ തിരുത്തി എഴുതും. ഒരു പട്ടട ഒരുക്കി അമ്മയും മകനെയും ഞാനും ഋതികയും കൂടി പച്ചയ്ക്ക് കത്തിക്കും. അതുവരെ നീ വിറപ്പിച്ച് നടന്നോടി അംബികെ. മാഡം, സിയെ എവിടെ പോയി? സാർ പുറത്തു പോയിരിക്കാം മാഡം. ആ, ആയിക്കോട്ടെ, ഞാൻ വിളിച്ചോളാം. സാറ് വരുന്നതിന് മുമ്പ് നിങ്ങൾ പുറത്തേക്ക് പോയാൽ വളരെ ഉപകാരം. ഋതു പേടിക്കണ്ട, ഞാൻ പുറത്തുണ്ടാവും. ഇത് കഴിക്ക. വേണ്ട രാജു. വാങ്ങിക്കരുതോ, ഇത് കഴിക്ക. മീഡിയയെ പേടിച്ച് എനിക്ക് എന്റെ മകളെ രക്ഷിക്കാതിരിക്കാൻ പറ്റുമോ സാർ? തെളിവുകളെല്ലാം അവൾക്കെതിരാണെന്ന് പറഞ്ഞ് ഒരു പോലീസുകാരൻ ഇങ്ങനെ വാശി പിടിച്ചാൽ ഞാൻ എന്ത് ചെയ്യും സാർ? സാർ, ഞാൻ വല്ലാതെ ടെൻഷനില്ല. സാർ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതെ സാർ, എന്നോടുള്ള പകയും വൈരാഗ്യ അത് അവളോട് തീർക്കുകയാണ്. മകളെ കൊലക്കേസിൽ കുരുക്കി അകത്താക്കിയാൽ ഞാൻ ആകെ തകരുമല്ലോ. എന്റെ നാശം കാണണോ അവർക്ക്? ഹോം മിനിസ്റ്റർ വന്നിട്ട് പോയി. സദാശിവം സാർ അദ്ദേഹം വേണ്ടത് ചെയ്യാന്ന് വാക്ക് തന്നിട്ടുണ്ട്. എനിക്കൊന്നും അറിയില്ല സാർ. ഞാൻ ഫോൺ വെക്കുക. പ്രശസ്തരായ സുപ്രീം കോടതിയിലെ വക്കീലന്മാര് വാദിച്ചാ പോലും ഋതുമോൾക്ക് ജാമ്യം കിട്ടില്ലെന്നാ ഓരോരുത്തർ പറയുന്നത്. ചേട്ടാ, വലിയ കൊടും കുറ്റവാളികൾക്ക് പോലും ജാമ്യം കിട്ടിയിട്ടില്ല ചേട്ടാ. ഇത് ഓരോരുത്തരെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ. ഒരു കാര്യം സത്യം ചേട്ടാ, ശക്തരായ ശത്രുപക്ഷം മുതലെടുപ്പ് നടത്തുകയാ.